Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. and powered by Chembaka Group of Institution and Vivekananda Memorial Public School. Aris Group. Focus. This program is brought to you by Chembaka Group of Institution and Vivekananda Memorial Public School. co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഞാൻ തന്നെയാണ്. കാരണം എന്നെക്കാൾ എന്നെ അറിഞ്ഞവർ ആരുമില്ല ഈ ലോകത്ത്. നമസ്കാരം. ഫോക്കസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Allow children to connect with the larger society. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലസിലുള്ളത് അഥീന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. എവറി ചിൽഡ്രൻ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വൽ. നമ്മളിപ്പോൾ സമൂഹത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇനീക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിൽ നമ്മൾ അസസ്മെൻറ്റ് ബേസിൽ ടോപ്പ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇവർക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാ സ്ഥലത്തും ഇനീക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റും. ബട്ട് നമ്മുടെ അഥീന എഡ്യൂക്കേഷൻസിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടിങ് വാല്യൂ ആണ് ഓൾ ചിൽഡ്രൻ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വൽ. എന്തുകൊണ്ടാണ് അവരെ ഈക്വലി ട്രീറ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്നത്? എങ്ങനെയാണ് നമുക്കങ്ങനെ കുട്ടികളെ ഈക്വലി ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? ഇനീക്വലായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ സത്യം അതാണ്. ഭരണഘടന പോലും അതാ പറയുന്നത്. എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. തിരിച്ചു ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. മദർ തെരേസയെ കേട്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് മദർ തെരേസ അമ്മയെ ലോകം ജാതി മതഭേദം ഒന്നും നോക്കാതെ തെരേസ അമ്മയെ എല്ലാവരും സ്നേഹിച്ചത് എന്തുകൊണ്ടാണ്? കേരളത്തിലുണ്ടല്ലോ മാതാ അമൃതാനന്ദമയി അമ്മയെ ഒരുപാട് ജനങ്ങൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ളവരും സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് മനുഷ്യർ ഈശ്വര തുല്യമായി പ്രവർത്തിച്ചവരെയൊക്കെ മനുഷ്യർ സ്നേഹിച്ചത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ചില കാര്യസാധ്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ പൊതുവേ പണക്കാരും പാവങ്ങളും എല്ലാവരും അവരെ സ്നേഹിച്ചു. അവരിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അവരെ അങ്ങനെ സ്നേഹിക്കാൻ? ആരാണ് അവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്? അവർ തന്നെയാണ്. അവരെങ്ങനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു? എന്ത് കാര്യമാണ് അവരെ സ്നേഹിക്കാൻ, അത്തരത്തിലുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്? എന്തിന് അമ്മയെ സ്നേഹിക്കാൻ പഠിച്ചത് എങ്ങനെയാണ്? അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഒരു സാധനമേ ഈ ഹൃദയത്തിലുള്ളൂ, സ്നേഹം. വെറുപ്പ് നൽകാൻ പറ്റുമോ? വ്യത്യസ്തത നൽകാൻ പറ്റുമോ? വ്യത്യസ്തത നമുക്ക് നൽകാൻ ഒന്നേ ഉള്ളൂ, സ്നേഹം. തിരിച്ചിങ്ങോട്ട് വെറുപ്പ് തന്നാലോ അടി കൊടുക്കുമോ? ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അൺകണ്ടീഷണൽ ലവ്. ഒരു കണ്ടീഷനുമില്ല. എനിക്ക് നിങ്ങളെ സ്നേഹമാണ്. അതെനിക്ക് നിങ്ങളിൽ നിന്നും ഒന്നും നേടാനല്ല, നിങ്ങളെക്കൊണ്ട് ഒരു കാര്യസാധ്യത്തിനുമല്ല. നിങ്ങളോട് എനിക്കുള്ള സ്നേഹം ജസ്റ്റ് എൻ്റെ സ്നേഹം മാത്രം. ആ സ്നേഹം തരുമ്പോൾ നിങ്ങൾ സ്നേഹം തന്നില്ലെങ്കിൽ പോലും നിങ്ങളോട് എനിക്ക് സ്നേഹം. അതിനകത്തൊരു വലിയ പാഠമുണ്ട്. നമുക്ക് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞാൽ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എല്ലാവർക്കും സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന സ്നേഹം തുല്യമായിട്ട് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോടെല്ലാം പറയും, ഈ ലോകം വന്ന് നിങ്ങളുടെ കാൽക്കൽ വീഴും. അതെന്താ ലോകം കാൽക്കൽ വീഴുന്നത്? ലോകത്ത് സ്നേഹിക്കാൻ ആളില്ല. താൽക്കാലിക സ്നേഹങ്ങളിലൂടെയാണ് ഇന്ന് ഈ ലോകം പോകുന്നത്. അതെന്തുകൊണ്ടാണ് താൽക്കാലിക സ്നേഹമായി പോകുന്നത്? ശാശ്വത സ്നേഹം, ഒരേപോലത്തെ സ്നേഹം, അൺകണ്ടീഷണൽ സ്നേഹം
ലോകത്ത് പരസ്പരം കൊടുക്കാനില്ലാതായിപ്പോയത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ആരെങ്കിലും മുന്നോട്ട് വന്നിട്ട് ഞാൻ നിങ്ങളെ അൺകണ്ടീഷണലായി സ്നേഹിക്കാം എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി കാലേ വീഴുന്നത് സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് നടക്കുന്ന ജനങ്ങളാണ് അനവധി ആൾക്കാർ. അതെന്തുകൊണ്ടാണ് സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് നടക്കുന്നത്? സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന് അംഗീകാരം. അംഗീകാരം കൊടുക്കാൻ തയ്യാറാണോ? ഭാര്യയും ഭർത്താവും തങ്ങളിൽ പോലും അംഗീകാരം കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. കലവറയില്ലാത്ത അംഗീകാരം കൊടുക്കാൻ പറ്റുമോ? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അംഗീകാരം കൊടുക്കണ്ട, നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല. ഫർഗീവ്നെസ് എന്നുണ്ട് ഒരു വാക്ക്. ആൾക്കാർക്ക് മാപ്പ് കൊടുക്കാമോ? എത്രയോ ദ്രോഹം ചെയ്താലും മാപ്പ് കൊടുക്കാമോ? കലവറയില്ലാതെ മാപ്പ് കൊടുക്കാമോ? ഈ ഭൂമിയിൽ ആർക്കെല്ലാം മാപ്പ് കൊടുക്കാൻ കഴിയുമോ? മഹാത്മാഗാന്ധിയൊക്കെ അതിൻ്റെ ഭയങ്കര ഉദാഹരണങ്ങളാണ്. കലവറയില്ലാതെ മാപ്പ് കൊടുക്കാനും കലവറയില്ലാതെ അംഗീകാരം കൊടുക്കാനും ഒരേപോലെ എല്ലാവർക്കും അംഗീകാരവും മാപ്പും കൊടുക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അയാൾ ഈശ്വര തുല്യനാകും. പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഇനി ഈ ചോദ്യം സ്കൂളിലേക്ക് കൊണ്ടുവരാം. ഒരു കുട്ടിക്ക് എന്ത് അംഗീകാരമാണ് സ്കൂൾ കൊടുക്കാനുള്ളത്? എന്ത് മാപ്പാണ് കൊടുക്കാനുള്ളത്? എന്തിനു വേണ്ടി കൊടുക്കണം? തുല്യ രീതിയിൽ എന്തിനു വേണ്ടി മാപ്പ് നൽകാനും തുല്യ രീതിയിൽ എന്തിനു വേണ്ടി ഒരു കുട്ടിക്ക് അംഗീകാരം കൊടുക്കാനും ഒരു സ്കൂൾ തയ്യാറാകണം. ഓൾ ചിൽഡ്രൻ മസ്റ്റ് ബി ട്രീറ്റഡ് ഈക്വൽ ഇൻ ദ സ്കൂൾ കോമ്പൗണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭാവിയിൽ വളർന്നു വരുമ്പോൾ വിഘടനത്തിൽ കുട്ടികൾ എത്തിയാൽ അംഗീകാരം കൊടുക്കാത്ത സ്ത്രീ പുരുഷന്മാർ, അംഗീകാരം കൊടുക്കാത്ത മനുഷ്യർ, മാപ്പ് കൊടുക്കാത്ത മനുഷ്യരെ പടച്ചു വിട്ട് ഈ ലോകം സൃഷ്ടിച്ചാൽ ഈ ലോകം എവിടെ പോകുമെന്നറിയാമോ? അക്രമമാവും. അംഗീകാരവും വെറുപ്പിൻ്റെയും കേന്ദ്രങ്ങളായി മാറും. നമുക്ക് തൊഴിൽ കൊണ്ട് നേടാൻ പറ്റില്ല ഇതൊന്നും, പണം കൊണ്ട് നേടാൻ പറ്റില്ല ഇതൊന്നും, ഹൃദയം കൊണ്ട് നേടാനേ പറ്റൂ. അപ്പോൾ നമുക്ക് സമൂഹത്തിലേക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഭയങ്കര കഴിവുള്ളവർ, കലാകാരന്മാർ, സ്കിൽസ് ഉള്ളവർ, ടെക്നോളജി ഉള്ളവർ, അവർക്ക് ഏത് രീതിയിലും പ്രവർത്തിക്കാം. പക്ഷേ അവർക്ക് ആർക്കും അംഗീകാരം നൽകാൻ കഴിയാത്തവരായാൽ എന്താകും? എത്രയോ സമ്പന്നരും എത്രയോ സമുന്നത ഉദ്യോഗസ്ഥരുമുള്ള ചില കുടുംബങ്ങൾ എനിക്കറിയാം. അവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും അംഗീകാരമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കത്തുമില്ല. ഞാൻ രണ്ടുപേരും വലിയ ആൾക്കാർ. അവിടെ വളരുന്ന കുട്ടികളുടെ കാര്യങ്ങൾ നിങ്ങൾ പോയി അന്വേഷിക്കണം. ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ഒന്ന് മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ഭാര്യമാരുള്ള പല ഫ്രണ്ട്സിനെ എനിക്കറിയാം. തിരിച്ച് ഭാര്യയ്ക്ക് മാപ്പ് കൊടുക്കാത്തവരെയും ആർക്കും മാപ്പ് കൊടുക്കാത്തവരെയും. അതിൻ്റെ കാര്യം ഒരുപക്ഷെ പണത്തിൻ്റെ ബലമായിരിക്കും, നാളെ പോകാമെന്നുള്ള കാര്യമേ ഉള്ളൂ. ജോലിയുടെ ബലമായിരിക്കും, എപ്പോൾ വേണോ പോകാമെന്നുള്ള കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ ബലമായിരിക്കും, നാളെ ഹാർട്ട് അറ്റാക്ക് വരാവുന്നതേ ഉള്ളൂ. അപ്പം മനുഷ്യന് ആത്യന്തികമായി വേണ്ട എന്ത് പഠനമാണ് വേണ്ടത്? ഏത് പഠിച്ചാലും കൊള്ളാം. പഠിക്കാനുള്ള അവൻ്റെ ഏറ്റവും വലുതാണ് അംഗീകാരവും മാപ്പും തുല്യ രീതിയിൽ കാണാനും ഉള്ള മനസ്സുണ്ടാക്കുക. ഒരു പക്ഷേ സ്കൂളിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോയാൽ ഈ കുട്ടി സമൂഹത്തിന് തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് സ്കൂളിൽ ഒരു കുട്ടിക്ക് സ്ട്രെസ്സ് വരാതിരിക്കാൻ, ടെൻഷൻ വരാതിരിക്കാൻ ഏറ്റവും വലുത് എല്ലാവരെയും അംഗീകരിക്കലാണ്. എല്ലാവരെയും അംഗീകരിക്കലും ആരും മോശക്കാരനല്ല എന്നുള്ള ചിന്ത കൊണ്ടുവരുവാനും, മോശക്കാരനായാലും ഞാനും മോശക്കാരനാണെന്നറിയാനും, മിസ്റ്റേക്കുകൾ സാധാരണമാണെന്നറിയാനും, അഭിമാനക്ഷതം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പഠിക്കാനും, ഞങ്ങൾ ഒന്നിച്ചാണ് ജീവിക്കുന്നതെന്ന് കൊളാബറേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, പഠിപ്പിക്കേണ്ടത് സ്കൂളിലാണ്, അല്ലേ? അപ്പോൾ സ്കൂളിൽ അത് പഠിപ്പിക്കണമെങ്കിൽ സ്കൂളിലെ പാഠം ഒന്നെന്താണ്? All children are equal here. All children are loved equally. All children are recognized equally. All children are accepted equally. No children shall be punished. No children shall be punished in front of colleagues. Children shall be punished only, not punished, advised in privately. ഒരിക്കലും ഒരു സ്കൂളിനും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത വാല്യൂ ആണ്. ദൈവത്തെ ഓർത്ത്, സ്കൂളിനെ ഓർത്ത്, കുട്ടികളെ ഓർത്ത് പരീക്ഷ നടത്തി മാർക്ക് ക്ലാസ് റൂമിൽ വിളിച്ചു പറഞ്ഞ് അവരുടെ മനസ്സിൽ അന്തരങ്ങൾ ഉണ്ടാക്കരുത്. പരീക്ഷ അധ്യാപകന് വേണ്ടിയിട്ടല്ലേ,
കുട്ടിക്കല്ലല്ലോ. അധ്യാപകൻ എന്തിനാ പരീക്ഷ ഇടുന്നത്? കുട്ടി എത്രത്തോളം മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും ഇനി എന്ത് ചെയ്താൽ അവനെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നറിയുന്നതിനാണ് പരീക്ഷ. ഒരു കാരണവശാലും കുട്ടിയെ ക്ലാസിഫൈ ചെയ്യല്ലേ, മിടുക്കനെന്നും മിടുക്കനല്ലാത്തവനെന്നും വിഘടിപ്പിച്ചളയല്ലേ. അവരൊന്നാണെന്ന് അവരെന്നും പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഉത്തമ പുരുഷന്മാരാക്കി എടുക്കേണ്ടത് ഒരു സ്കൂളിൻ്റെ പ്രഥമ ധർമ്മമായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് in our values we keep that all children should be stress free, they should be loved equally, they should not be classified differently, and school belongs to them. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. ദിസ് ഇസ് സൈനിങ് ഓഫ് സ്റ്റെഫി ഫ്രം അഥീന എഡ്യൂക്കേഷൻസ്. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 9714244457. മിന്നൂസിന്റെ റെഡി ടു കുക്ക് ഇഡ്ഡലി ദോശമാവും ചട്നിപ്പൊടിയും ഉണ്ടെങ്കിൽ ഉറപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് നന്നാകും. മിന്നൂസ്, നിങ്ങളുടെ ഹൃദയം പോലെ പരിശുദ്ധമായത്. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ ഫൈൻ ക്വാളിറ്റി. Denat Group, refer your mission. Denat Group, the world's #1 computer service center for past 13 years. We master in identify, troubleshooting and resolving issues with all brands of laptops, cell phones, printers, CCTV and iPad. We are the largest provider of spares and service of laptop and computer accessories in UAE and India. Denat Group, Bardubai, UAE. Call 042663455. Hello and welcome to another segment of Aras Medical Devices Exclusive. Today we will explore more about oxygen manifold systems, both manual and automatic, used in medical applications. My name is K.C. Babu from Aras Medical Devices and Equipment Co. LLC. We are actually covering almost Middle East, Africa and Asian countries, providing a medical and laboratory gas system. Now the medical gas system is a life-saving system for all over the world, which is we are connecting to the hospitals, also we are connecting to the clinics, laboratories, and all this area. Actually now that's very critical to the coronavirus because every people need oxygen. Therefore we are giving a central gas system. But now we are talking about the oxygen manifold. Oxygen manifold can be given a manual. We can give it for a small clinic and the daycare center and everything. This is such a same thing. You have a two valves, left hand and right hand side connected to the cylinders, and there is a knob which is reducing the increasing or decreasing the pressure and flow. Then this is actually manual manifold. If you are talking about the one hospital, you should have keep a 2-day supply in a automatic manifold on left side, 2 side supply to be given to the right side. That can be connected to the maximum number of the cylinders, which is like we call a jumbo cylinder or a bigger cylinder, like you can 6,900 to 7,000 liter can be stored in the. That we are giving it connected to 24 cylinders in one left side. Also 24 cylinder in the right side. If it is that much flow is required for the patient, like in the hospitals, definitely you have to use bigger than the what we are talking about. That's this is for the normally like a 250 bed hospitals or a 350 bed hospital, which you can use for the manifold. If it is more than 250 bed hospital, definitely you have to go for a VAE, like a liquid oxygen tank, which can be connected to the control panel and everything. You can connect it to the patient. This way we can administrate the oxygen to the patient. When we are talking about the automatic manifold or semi-automatic manifold, it will go automatically to once it is one side is empty, it means 2 days supply is empty, then automatically change over to another 2 days supply. Then it will go to the emergency, because whenever there is a automatic manifold have a problem, it can connect it to manually, it can operate. The same thing you can use. You have to keep another 2 days supply in the hospital. This is very important because we are always talking about the continuous supply. It should not be break or should not happen that because we had a very big incident or accident is happened in India many times
because oxygen is completely finished, then for the patient are died, and therefore we have to be very careful that we have to keep a continuous supply in the hospital. If we are not continuously supplying, definitely there is a problem for the system and the hospital. Therefore, very important that to keep oxygen or whatever the manifold system is to be automatically change over to left side to right side or right side to left side. This is what it is happening at the moment. Therefore, whenever we need something to connecting to the patient, definitely we make sure that everything is available 24 hours. And also we are providing the service to our clients in 24 hours in emergency. Any repair work is required or emergency requirement is there, we are always there, and we are providing every staff. We are providing a staff to the operating this one in the hospitals. Thank you very much for the time, and we will see next time. That brings us to the end of this segment of Aras Medical Devices Exclusive. Until we meet next time, this is your host Ansi Harshal signing off. Take care. Bye-bye. Danat Group Pravasi Vishesham. Hello and welcome to another exciting segment of Danat Group Pravasi Vishesham. In today's Pravasi Vishesham, our special guest of honor is Mr. Firoz Abdullah, the Managing Director of Advanced Packaging and Adhesives. So let's meet this man and get an insight into his life. We are curious to know more about the global presence of Advanced Packaging and Adhesives. Mainly our presence is in GCC, Africa, India, and some neighboring countries of India subcontinent. We can say Sri Lanka, Bangladesh, all such places. So here in UAE we have a very prominent presence. When we speak about other GCC countries, yes, we do have business in Saudi Arabia. We have a sales office in Qatar. There as well our brand is very prominent and well accepted in the market and from the contractors and consultants. In Oman, we had an office over there. Now, yes, we do have a representation office. Our market in Oman is still expanding. We can say Oman is again a big country, so we are still expanding and exploring the possibilities in that country. Then, especially we are exploring more of African region now. So we have sales in Kenya, Uganda, Tanzania. And if we see the other part, western side, we have Morocco. We have sales in Morocco. We export and we have a presence in Egypt. Yes, in Libya. We are trying and keep exploring. And to Doha, Qatar, we used to send from Indian factory because of the recent political situation which happened in this region. So yes, Qatar is now opening up, but still we are still considering whether to continue from India or UAE. So we will do a feasibility study and we will do that. So these are the markets where we are strongly have a presence. Now we are exploring the possibility and we are developing new product range as well to send and to market our product in Western countries like Europe, US, etc. So what is the strength of this organization in terms of the number of employees? We have around 350 employees working with us, and most of us, it's like a family environment here. We have formed in such a way. We care for each other a lot. They care for the company, we care for them, we care for their families. So it's a very good working experience we have created for them here. And if they are happy, we will be happy. If we give less attention to them, they give much less attention to us. So we are very happy that way. We follow a democratic kind of leadership here. So which makes them and us happier and makes it a better place to work. Could you please share with us the vision and mission of this organization? Okay. So when we speak about the vision of our company, so as I mentioned, when we started in 2008, we started to create a difference in this industry and to become a benchmark. Our product, we wanted to
make our product as a benchmark in the industry and set a world-class standard to our production line. So to attain that mission, so we have to do continuous improvement for the product line. In the same way, we have to satisfy our customer requirement as well, because most of our product are completely tailor-made. So we have our own R&D team working for that, and we are doing the continuous improvement in the production line. We are trying different combinations and permutations to offer the client the best solution what they want. That's how we work for it. That brings us to the end of this segment of Pravasi Vishesham. Until we meet next time, this is your host Nancy Harshal signing off. Take care. Bye-bye. Gulf Brothers Hair Fixing. Wipe your baldness forever. Anantapuri Hotels and Restaurants, Muscat, Oman. A feast of flavors, a treat to your soul. Anantapuri Hotels and Restaurants, Muscat, Oman. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971-424457. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. Denat Group, refer your mission. Denat Group, the world's #1 computer service center for past 13 years. We master in identify, troubleshooting and resolving issues with all brands of laptops, cell phones, printers, CCTV and iPod. We are the largest provider of spares and service of laptop and computer accessories in UAE and India. Denat Group, Bardubai, UAE. Call 042 663455. നമസ്കാരം. സ്മൈൽ ഡെന്റൽ ക്ലിനിക് മസ്കറ്റ് ഹെൽത്തി ലിവിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരാറുണ്ട്. ഈ അസുഖങ്ങൾ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഹെൽത്തി ലിവിങ്സ് പറയുന്നത്. ഇതിനൊക്കെ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഒരുപാടുണ്ട്. ഈ ഉപകരണങ്ങളൊക്കെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് പറയുകയാണ് സ്മൈൽ ഡെന്റൽ ക്ലിനിക് മസ്കറ്റ് ഹെൽത്തി ലിവിങ്സിലൂടെ. ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ മുരളി. നമസ്കാരം, ഞാൻ ഡോക്ടർ മുരളീകൃഷ്ണൻ, കോട്ടയം ഭാരത് ഹോസ്പിറ്റലിലെയും ചങ്ങനാശ്ശേരി സഞ്ജീവനി ആശുപത്രിയിലെയും പെയിൻ ഫിസിഷ്യനായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് കോവിഡിൻ്റെ കാലഘട്ടമാണ്. നിങ്ങളിൽ പലരോടും കോവിഡ് വന്ന രോഗികളോട് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വീട്ടിൽ കഴിയുവാനും നിർദ്ദേശിച്ച മരുന്നുകൾ കഴിക്കുവാനും സമയാസമയങ്ങളിൽ ശരീരോഷ്മ അളക്കാനും സാച്ചുറേഷൻ മോണിറ്റർ ചെയ്യുവാനും പറയും. എന്താണ് സാച്ചുറേഷൻ? ഓക്സിജൻ സാച്ചുറേഷൻ എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലെ പ്ലാസ്മ വഴി രക്തത്തിലെ ചുവന്ന രക്താണുക്കളിലേക്ക് എത്തുന്ന, അതിനുശേഷം ആ ചുവന്ന രക്താണുക്കളെ പൂരിതമാക്കുന്ന ഓക്സിജൻ്റെ ഒരു അളവാണ്. എത്രമാത്രം ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഘടകം പൂരിതമാക്കപ്പെടുന്നുണ്ട്, അത് ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലേക്ക് കടക്കുന്ന ഓക്സിജൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കും. അതായത് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കും. വേറെ പല കാരണങ്ങളും ഓക്സിജൻ്റെ അളവിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ പ്രധാനമായും കോവിഡ് രോഗികൾ ഇത് ഹാർട്ട് ലങ് പ്രവർത്തനങ്ങളുടെ ഒരാകത്തുകയായിട്ടാണ് കാണേണ്ടത്. എങ്ങനെയാണ് ഓക്സിജൻ സാച്ചുറേഷൻ മാർക്ക് അളക്കുന്നത്? പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച്. പൾസ് ഓക്സിമീറ്ററുകൾ പലതരത്തിലുള്ളതുണ്ട്. നേരിട്ട് രക്തത്തിനെ എടുത്ത് ഓക്സിജൻ സാച്ചുറേഷനും ഓക്സിജൻ്റെ പ്രഷറും രക്തത്തിലെ ഓക്സിജൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും ഒക്കെ നേരിട്ട് അളക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ വീട്ടിൽ എങ്ങനെ നിങ്ങൾക്ക് ഓക്സിജൻ സാച്ചുറേഷൻ നോക്കാം? ഇതാണ് പൾസ് ഓക്സിമീറ്റർ. ഫിംഗർ പൾസ് ഓക്സിമീറ്റർ എന്ന് അറിയപ്പെടുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഉപകരണം. പൾസ് ഓക്സിമീറ്ററിൽ ചില മാർക്കിങ്സ് ഉണ്ട്. SpO2, ലോ ബാറ്ററി, പിന്നെ പൾസ് റേറ്റ്, പിന്നെ ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്.
ഈ ഫിംഗർ പൾസ് ഓക്സിമീറ്ററിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വിരൽ കടത്തി വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഓണാവും. പക്ഷേ വിരൽ മാറ്റി കഴിയുമ്പോൾ തന്നെത്താനെ ഓഫായി പോവുകയാണ് പതിവ്. അതിനുവേണ്ടി ഓഫ് സ്വിച്ച് ഞെക്കേണ്ട ആവശ്യമില്ല. ഇതിനുള്ളിൽ 2 ഭാഗങ്ങളുണ്ട്. ഒരു സെൻസറും ഒരു ലൈറ്റ് എമിറ്ററും. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് ഞെക്കുമ്പോൾ അകത്തൊരു ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ആ ലൈറ്റ് വരുന്ന ഭാഗം നഖത്തിൻ്റെ മുകളിലായും മറ്റേ സെൻസർ അടിയിലും വരുന്ന വിധത്തിൽ വേണം പൾസ് ഓക്സിമീറ്റർ വെക്കുക. അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്യുക. ഏകദേശം ഒരു 30 സെക്കൻഡോളം വെയിറ്റ് ചെയ്യുക, റീഡിങ് സ്റ്റേബിളായി കിട്ടുക. ഇപ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ 98%, പൾസ് റേറ്റ് 96 എൻ്റെ പൾസ് ഓക്സിമീറ്ററിൽ റീഡ് ചെയ്യുന്നുണ്ട്. ആധുനികമായ മോഡലുകളിൽ ഒരു പ്ലത്തിസ്മോഗ്രാഫിക് വേവ് ഫോമും കൂടി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇത് വർക്ക് ചെയ്യുന്നത് ഫോട്ടോ പ്ലത്തിസ്മോഗ്രാഫി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ഏകദേശം കൃത്യമായിട്ടുള്ള ഓക്സിജൻ സാച്ചുറേഷനാണ് നല്ല പൾസ് ഓക്സിമീറ്ററുകളിൽ കിട്ടുക. പലപ്പോഴും വളരെ വില കുറഞ്ഞ പൾസ് ഓക്സിമീറ്ററുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അത് ശ്രദ്ധിച്ച് വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല ഡിമാൻഡുള്ള നല്ല കമ്പനികളുടെ പൾസ് ഓക്സിമീറ്ററുകൾ വാങ്ങിക്കുക എന്നുള്ളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓക്സിജൻ സാച്ചുറേഷൻ എങ്ങനെയാണ് അളക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം നിങ്ങൾ ക്ഷമയോടുകൂടി ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള റീഡിങ് വരാൻ വേണ്ടി എന്നുള്ളതാണ്. മാത്രമല്ല ഓക്സിജൻ സാച്ചുറേഷൻ താഴാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലെല്ലാം വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ റെഗുലറായി ഈ പൾസ് ഓക്സിമീറ്ററിൻ്റെ റീഡിങ്ങുകൾ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും. സ്മൈൽ ഡെന്റൽ ക്ലിനിക് മസ്കറ്റ് ഹെൽത്തി ലിവിങ്സിന്റെ ഈ അധ്യായം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ പുതിയ വിഷയവുമായിട്ട് എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് RJ ജോബി മസല. ഫോക്കസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. Our email ID is focus123@gmail.com. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, it's me, Ansi Harshil, signing off. Stay safe, stay responsible. Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. and powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise.